വർഷങ്ങൾക്കപ്പുറം ഇംഗ്ലണ്ടിൻ്റെ തെരുവീതിയിലൂടെ ഒരു ചെറുപ്പക്കാരൻ തൻ്റെ വാഹനത്തിൽ അതിവേഗത്തിൽ താൻ ജോലി ചെയ്യുന്ന മേഖലയിലേക്ക് അദ്ദേഹം യാത്ര ചെയ്യുകയാണ്. നിർഭാഗ്യവശാൽ ആ വാഹനം താൻ യാത്ര ചെയ്യുന്ന വഴിത്താരയിൽ മുൻപോട്ട് ചലിക്കുവാൻ കഴിയാത്ത നിലയിൽ ബ്രേക്ക് ഡൗണായി അവിടെ നിൽക്കുകയാണ്. തൻ്റെ അറിവും അനുഭവം കൊണ്ടൊക്കെ പരിചിതമായി തൻ്റെ വാഹനം നന്നാക്കുവാനായി ആ ചെറുപ്പക്കാരൻ ശ്രമിച്ചു. വാഹനത്തെക്കുറിച്ചും അതിൻ്റെ മെക്കാനിസത്തെക്കുറിച്ചുമൊക്കെ വളരെ നന്നായി അറിയാവുന്ന അത്തരത്തിൽ എൻജിനീയറിംഗിൽ വൈവിധ്യം നേടിയതായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ്. എന്നാൽ തൻ്റെ പരിശ്രമങ്ങളൊക്കെ പാഴ്ശ്രമങ്ങളായി അവസാനിച്ചപ്പോൾ മുൻപോട്ട് പോകുവാൻ കഴിയാതെ വഴിമുട്ടി ഗതിമുട്ടി താൻ നിൽക്കുന്ന ജീവിതത്തിൻ്റെ ഈ നിർണായക നിമിഷങ്ങളിൽ ഈ ചെറുപ്പക്കാരൻ ആ വാഹനത്തിൽ ചാരി ഇങ്ങനെ നിൽക്കുമ്പോൾ അടുത്തൂടെ പോയ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന മനുഷ്യൻ വാഹനം ചവിട്ടി നിർത്തി അദ്ദേഹം ചോദിച്ചു, എനിക്ക് നിന്നെ സഹായിക്കുവാൻ കഴിയുമോ? വന്യവയോധികനായ ഒരു മനുഷ്യൻ, ഈ മനുഷ്യൻ എത്തരത്തിൽ തന്നെ സഹായിക്കാനാണ്? തൻ്റെ ബുദ്ധിയും അറിവും അനുഭവമൊക്കെ വെച്ച് ഈ വാഹനം നന്നാക്കാൻ ശ്രമിച്ചിട്ട് താൻ പരാജിതനായി നിൽക്കുമ്പോൾ ഈ പ്രായാധിക്യത്തിലായിരിക്കുന്ന മനുഷ്യൻ ഇയാൾക്ക് തന്നെ എങ്ങനെ സഹായിക്കുവാൻ കഴിയും? മനസ്സില്ല മനസ്സോടെയാണെങ്കിലും ആ ചെറുപ്പക്കാരൻ ഈ മനുഷ്യനെ ഈ വാഹനം പരിശോധിക്കുവാനായിട്ട് അനുവദിച്ചു. ചില മിനിറ്റുകൾ പിന്നിട്ടു. ഈ വാഹനം ഈ മനുഷ്യൻ സ്റ്റാർട്ട് ചെയ്തു. സുഗമമായ നിലയിൽ ആ വാഹനം പ്രവർത്തിക്കുവാനായി തുടങ്ങി. ഈ ചെറുപ്പക്കാരൻ ആകാംക്ഷയോടെ ചോദിച്ചു, ഹൂ ആർ യു? നിങ്ങൾ ആരാണ്? ആ മനുഷ്യൻ വിനയപുരസ്സരം ഇങ്ങനെ പറഞ്ഞു, ഐ ആം ഹെൻറി ഫോർഡ്. ഞാൻ ഈ വാഹനത്തിൻ്റെ നിർമ്മിതാവാണ്. ഈ വാഹനത്തിൻ്റെ പോരായ്മ എന്താണെന്ന് കൃത്യമായി അറിയാവുന്ന, ഇത് രൂപകൽപ്പന ചെയ്ത, ഇതിൻ്റെ സൃഷ്ടികർമ്മം നിർവഹിച്ച സൃഷ്ടിതാവാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം അങ്ങനെ പറഞ്ഞില്ല, ഞാൻ ആ വാക്കുകൾ കൂട്ടിച്ചേർത്തതാണ്. ഞാൻ പറയുവാൻ താല്പര്യപ്പെട്ടെന്താണ് ചോദിച്ചാൽ, ഇന്ന് നിൻ്റെ ജീവിതം മുൻപോട്ട് നയിക്കുവാൻ കഴിയാതെ വഴിമുട്ടി ഗതിമുട്ടി നീ നിൽക്കുകയായിരിക്കാം. നിൻ്റെ ജീവിതത്തിൻ്റെ മുമ്പിൽ പലതരത്തിലുള്ള ബ്രേക്ക് ഡൗണുകൾ, അതിനെ കണ്ട് നീ പകച്ചു നിൽക്കുന്ന ഒരു ജീവിതമായിരിക്കാം. എന്നാൽ ഇന്ന് ഈ പകലിൻ്റെ തന്നെ നിമിഷങ്ങൾ ഞാൻ പറയട്ടെ, നിൻ്റെ എല്ലാ ബ്രേക്ക് ഡൗൺസിനെയും മാറ്റി നിൻ്റെ ജീവിതത്തിൽ ഒരു ബ്രേക്ക് ത്രൂ നൽകുവാൻ കഴിയുന്നവൻ ഇവിടെ വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിന്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന എല്ലാ പോരായ്മകളെയും മാറ്റി നിന്നെ രൂപകൽപ്പന ചെയ്യുവാൻ കഴിയുന്നവൻ, നിന്റെ പരാജയങ്ങളെ നീക്കി നിന്നെ ശുഭതീരത്തെത്തിക്കുവാൻ കഴിയുന്നവൻ ഇവിടെ വന്നിട്ടുണ്ട്. വിജയതീരത്തെത്തിക്കുവാൻ കഴിയുന്നവൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണം, അതിൻ്റെ സ്റ്റിയറിംഗ് സൃഷ്ടിതാവിന് കൊടുത്താൽ അതിനെ നിർമ്മിച്ചവൻ പ്രൈസ് ഭയങ്കരവും അതിശയകരമായി നിന്നെ നിർമ്മിച്ചവന് നീ വിട്ടുകൊടുക്കുവാൻ തയ്യാറായാൽ ഒരു കാര്യം ഓർക്കുക, നിന്റെ ജീവിതം പാതി വഴിയിൽ അവസാനിക്കുകയില്ല. നിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള പദ്ധതികൾ,
നിന്റെ കുടുംബത്തെക്കുറിച്ചുള്ള പദ്ധതികൾ, നിന്റെ തലമുറകളെക്കുറിച്ചുള്ള പദ്ധതികൾ, നിന്റെ ഭാവിയെക്കുറിച്ചുള്ള പദ്ധതികൾ പാതി വഴിയിൽ അവസാനിക്കില്ല. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് പകൽക്കാലം നിന്റെ നഷ്ടങ്ങളെ മാറ്റാൻ കഴിയുന്നവൻ, നിന്റെ നിരാശകളെ മാറ്റാൻ കഴിയുന്നവൻ, നിന്റെ വേദനകളെ നീക്കാൻ കഴിയുന്നവൻ ഇന്ന് പകൽക്കാലം ഇവിടെ വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ട്. Praise the Lord. Praise the Lord. അവൻ്റെ വാക്കിന നിന്റെ ജീവിത പടകിനെ നീ മുമ്പോട്ട് നയിക്കുന്നെങ്കിൽ ഒരു കാറ്റിനും ഒരു തിരമാലയ്ക്കും നിന്റെ ജീവിതത്തെ പാതി വഴിയിൽ അവസാനിക്കാൻ കഴിയില്ല. ഒന്നിന് പുറകെ ഒന്നായി പ്രശ്നങ്ങളുടെ ഊരാക്കുടുക്കിൽപ്പെട്ട ഒരു കുടുംബത്തെ ദൈവത്തിൻ്റെ ആത്മാവ് വിരൽ ചൂണ്ടുകയാണ്. നിന്റെ ജീവിതത്തെ ദൈവാത്മാവ് വിരൽ ചൂണ്ടുകയാണ്. നിന്റെ ശൂന്യതകളെ മാറ്റാൻ, നിന്റെ പരാജയങ്ങളെ നീക്കാൻ, നിന്റെ നഷ്ടബോധങ്ങളെ മാറ്റാൻ, നിന്റെ ഇല്ലായ്മകളെ നീക്കാൻ. ഇന്ന് പകൽക്കാലം നിന്റെ നഷ്ടപ്പെട്ട ആരോഗ്യത്തെ മടക്കിത്തരാൻ കഴിയുന്നവർ, നിന്റെ ഭവനത്തിന്റെ സ്വസ്ഥതയെ മടക്കിത്തരാൻ കഴിയുന്നവർ, കാരണം കൂടാതെ നിന്നെ ദ്രോഹിക്കുന്ന ശത്രു ശക്തികളിൽ നിന്ന്, ശിഥില ശക്തികളിൽ നിന്ന് നിന്നെ വിടുവിക്കുവാൻ കഴിയുന്നവർ, നിന്റെ തലമുറയുടെ ഭാവിക്ക് തടസ്സമായി നിൽക്കുന്ന ദുഷ്ടശക്തികളുടെ മുഖങ്ങളെ തകർക്കാൻ കഴിയുന്നവൻ, നിന്റെ തലമുറയുടെ ഭാവി അനുഗ്രഹിക്കുവാൻ കഴിയുന്നവൻ ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാ പോരായ്മകളും അവൻ മാറ്റും. അവനെ ഒന്ന് അനുവദിക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഭാവി ഉയർത്തുന്ന അനിശ്ചിതാവസ്ഥയുടെ ശിഷ്യന്മാരായിരിക്കുമ്പോൾ യേശു കർത്താവ് അവരോട് ചേർന്ന് നടക്കുകയാണ്. അവൻ ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ എനിക്കൊന്ന് ഇടപെടാൻ അവസരം തരുമോ? പ്രൈസ് ദി ലോർഡ്. അവർ അവനെ അനുവദിക്കുക. അവർ പറഞ്ഞതെന്താ? കൂടെ പാർക്കാം, നേരം വൈകുന്നല്ലോ. ഇന്ന് പകൽക്കാലം നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ഈ അവസ്ഥകളെയൊക്കെ മാറ്റി നിങ്ങളിൽ തൻ്റെ പദ്ധതി നിവർത്തിക്കാൻ കഴിയുന്നവൻ ഇവിടെ വന്നിട്ടുണ്ട്. അവൻ്റെ കരത്തിലേക്ക് നമ്മെ ഏൽപ്പിക്കാം.